ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ് വരുന്നത്. ഈ ഡിസംബർ മാസം 29-ാം തീയതി ഞായറാഴ്ച രാവിലെ വാളകം പ്രതീക്ഷ ഓഡിറ്റോറിയത്തിൽ വെച്ച് കീഴൂട്ട് കുടുംബാംഗങ്ങൾ ഒന്നിക്കുകയാണ്. ആദ്യമായി കേരളത്തിലെ അറിയപ്പെടുന്ന കുടുംബങ്ങളിൽ, അതിപുരാതനമായ കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കുടുംബമാണ് നമുക്കെല്ലാവർക്കും അറിയാം കീഴൂട്ട് കുടുംബം. ആ കീഴൂട്ട് കുടുംബത്തിലെ വിവിധ തലമുറ, മുതിർന്ന തലമുറ മുതൽ ഏറ്റവും ചെറുപ്പക്കാർ, കുട്ടികൾ വരെയുള്ള ഒരു സംഗമമാണ് വാളകത്ത് പ്രതീക്ഷ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ഏറ്റവും നല്ല നിലയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാരെല്ലാവരും രംഗത്തുണ്ട്. എല്ലാവരും, മുതിർന്നവർ ഒരുപോലെ താല്പര്യത്തോടെ കാണുകയാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നത്. ആ സംഗമം ഒരു സന്തോഷത്തിൻ്റെ സുദിനമാവുകയാണ്. ആ ഒരു സംഗമത്തിലൂടെ ഒരുപക്ഷേ ഈ സമൂഹത്തിനും ഈ കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും എല്ലാവർക്കും നന്മ വിതയ്ക്കുന്ന പല കാര്യങ്ങളും ഉരുത്തിരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. കീഴൂട്ട് കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കുന്ന ചില നാമങ്ങളുണ്ട്. ഒന്ന് കീഴൂട്ട് രാമൻപിള്ളയാണ്. ഈ കുടുംബത്തിൻ്റെ മുതിർന്ന കാരണവർ. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് കീഴൂട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവരെല്ലാവരും. ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം കീഴൂട്ട് രാമൻപിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിച്ചത്, ഈ കുടുംബം ഏറ്റവും കൂടുതൽ അഭിമാനിച്ചതും ആ കുടുംബത്തിലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ്, എൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ ശക്തി പകർന്നിരുന്നു. ഈ കുടുംബത്തിലെ എല്ലാവർക്കും ആ ഒരു സ്നേഹവും എല്ലാം ഒത്തുചേർന്നിരുന്നത് ആ ഒരു വ്യക്തിത്വത്തിലായിരുന്നു. ആ ഓർമ്മകളാണ് നമ്മൾ നിലനിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ആർ ബാലകൃഷ്ണപിള്ള സ്മാരക സാഹിത്യ പുരസ്കാരം നമ്മൾ ഈ സംഗമത്തിൽ വെച്ച് നൽകുന്നുണ്ട്. സാഹിത്യരംഗത്ത് പ്രതിഭ തെളിയിച്ച നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല അംഗത്തെ കണ്ടെത്തി, കാരണം പലരും സാഹിത്യരംഗത്ത് നിൽക്കുന്നവരാണ്, അതിലേറ്റവും നല്ല സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി നമ്മളിന്ന് ആദരിക്കുന്നുണ്ട്. മറ്റെല്ലാ മേഖലകളിലും പ്രതിഭ തെളിയിച്ചവരെ നമ്മൾ ഈ യോഗത്തിൽ വെച്ച് സന്തോഷത്തോടെ ആദരിക്കുക. ഞങ്ങളുടെ കൂട്ടായ്മയിൽ മുതിർന്ന അംഗങ്ങളുണ്ട്, പിന്നെ ഞങ്ങളെ പോലെയുള്ള ഒരു മിഡിൽ ആ ഒരു ഏജിലുള്ള ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാരുണ്ട്, പിന്നെ ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അംഗങ്ങളായിട്ടുള്ള കുടുംബാംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് പല മേഖലകളിൽ പ്രതിഭ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾ മുതൽ വളരെ മുതിർന്നവർ മുതൽ, പിന്നെ നമ്മുടെ മക്കളായി ജനിച്ചവർ, മരുമക്കളായി വന്നവർ, അങ്ങനെ എല്ലാവരും, അവരെല്ലാം സമൂഹത്തിൽ ഒരു സാഹിത്യരംഗത്ത്, കലാരംഗത്ത്, പൊതുരംഗങ്ങളിലും രാഷ്ട്രീയത്തിലും ഉദ്യോഗത്തിലും അങ്ങനെ എല്ലാ മേഖലകളിലും ഒരുപാട് പ്രതിഭ തെളിയിക്കാൻ കഴിഞ്ഞ വ്യക്തികളുണ്ട്. ആ വ്യക്തികളെ നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുകയും പരസ്പരം പരിചയപ്പെടാൻ, പുതിയ തലമുറ, ഏറ്റവും കുട്ടികളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് മുതിർന്നവരെ പരിചയപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുടുംബസംഗമങ്ങൾ എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ്. ആ ദിനങ്ങളിൽ പഴയ ഒരുപാട് ബന്ധുക്കളെ, ഇന്നത്തെ കാലത്ത് എല്ലാവരും അണുകുടുംബങ്ങളായി മാറിക്കഴിഞ്ഞു. നമുക്ക് ബന്ധുക്കളെ എല്ലാം പരസ്പരം കാണാനും തിരിച്ചറിയാനും, മാത്രമല്ല പുതിയ ജനറേഷനിലെ കുട്ടികൾ അവരെന്ത് ചെയ്യുന്നു, അവരെ മികവെന്താണ്, അവരെന്തൊക്കെ പഠിക്കുന്നു, അവരേതൊക്കെ ജോലി ചെയ്യുന്നു എന്നൊക്കെ അറിയാനൊരു ആകാംക്ഷയുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതെല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു നല്ല കുടുംബസംഗമമായി, ഒരു സ്നേഹസംഗമമായി കീഴൂട്ട് കുടുംബസംഗമം മാറും എന്നതിൽ സംശയമില്ല. ഞങ്ങളുടെ കൂട്ടായ്മ നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ കാണണം എന്ന് അഭ്യർത്ഥിക്കുക. ഏറ്റവും പ്രിയപ്പെട്ട കീഴൂട്ട് കുടുംബാംഗങ്ങളെ, ഈ മാസം 29-ാം തീയതി വാളകം പ്രതീക്ഷ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നമ്മുടെ എല്ലാവരുടെയും സ്വപ്ന പദ്ധതിയായ കീഴൂട്ട് കുടുംബസംഗമം നടക്കുകയാണ്. 4 തലമുറയെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് ഈ കീഴൂട്ട് സംഗമം. ആദ്യമായിട്ടാണ് നമ്മൾ ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ കുടുംബമായ കീഴൂട്ട് കുടുംബത്തിൻ്റെ ഈ കുടുംബസംഗമം ഒരു സ്വപ്ന പദ്ധതിയായിട്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എല്ലാ തലമുറയിലെയും മെമ്പേഴ്സിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ചെയർമാനായിട്ട് നമ്മുടെ കുടുംബാംഗമായ ശ്രീ KB ഗണേഷ് കുമാർ മന്ത്രി, അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. അതുപോലെ തന്നെ വ്യത്യസ്തമായ സബ് കമ്മിറ്റികളുണ്ട്, അതിൻ്റെ കൺവീനർമാരുണ്ട്, അതിൻ്റെ ടീം മെമ്പേഴ്സുണ്ട്. അങ്ങനെ ഏകദേശം 13 സബ് കമ്മിറ്റികളും, അതുപോലെ തന്നെ ഉപദേശക സമിതി, ശ്രീ പ്രകാശ് ചേട്ടൻ ഉൾപ്പെടെയുള്ള ഉപദേശക സമിതി, ട്രഷറായിട്ടുള്ള ശ്രീ സുജിത് വിലങ്ങറ ഉൾപ്പെടെയുള്ള ടീം മെമ്പേഴ്സ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കഴിഞ്ഞ 2-3 മാസക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കുടുംബസംഗമം നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ വളരെയധികം നല്ല ഒരു പ്രോത്സാഹനമാണ് കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ചർച്ചയിൽ തന്നെ ശ്രീ KB ഗണേഷ് കുമാർ അദ്ദേഹം നമുക്ക് വേണ്ടുന്ന നിർദ്ദേശം തന്നു. അദ്ദേഹം തരുന്ന നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇതുവരെയും പരിപാടി ആലോചിച്ചിരിക്കുന്നത്.
നമ്മുടെ പ്രോഗ്രാം രാവിലെ 9 മണിക്ക് തന്നെ പ്രതീക്ഷ കൺവെൻഷൻ സെൻറ്ററിൽ രജിസ്ട്രേഷൻ പരിപാടിയോടുകൂടി ആരംഭിക്കുകയാണ്. 10 മണിക്ക് നമ്മുടെ സമ്മേളനം ആരംഭിക്കും. ഈശ്വരപ്രാർത്ഥനയോടും അതുപോലെ ദീപം കത്തിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്നും അന്തരിച്ചു പോയ മഹത് വ്യക്തികളെ സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. സ്വാഗതം 10 മണിയോടുകൂടി അതിനോടൊപ്പം തന്നെ സ്വാഗതം പറയുന്നുണ്ട്. അതുപോലെ കുടുംബ ചരിത്രം അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ആമുഖ പ്രസംഗം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനുശേഷം വ്യത്യസ്തമായ മേഖലകളിൽ, അതായത് 3 ഘട്ടമായിട്ടാണ് നമ്മൾ ആദരവ് നൽകുന്നത്. വ്യത്യസ്ത മേഖലകളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖ വ്യക്തികൾക്ക് ആദരവ് 1-ാം ഘട്ടമായി നൽകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും അറിവ് ലഭിച്ച, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള, പ്രായം ചെന്ന മുതിർന്നവരെ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ആദരിക്കുന്നുണ്ട്. അതിനുശേഷം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരുപാട്, നമ്മൾ ലിസ്റ്റ് എടുത്തപ്പോൾ തന്നെ 70-ലധികം അംഗങ്ങളാണ് ഇതിനകത്തുള്ള. വ്യത്യസ്ത മേഖലയിൽ കുഞ്ഞു കുട്ടി മുതൽ 70 വയസ്സിൽ താഴെ വരെ പ്രായമുള്ള നിരവധി അംഗങ്ങളെ നമ്മൾ ഈ അവസരത്തിൽ ആദരിക്കുന്നുണ്ട്. അതുപോലെ ശ്രീ ആർ ബാലകൃഷ്ണനുള്ള, നമ്മുടെ കുടുംബത്തിൻ്റെ കാരണവരായ ശ്രീ ആർ ബാലകൃഷ്ണനുള്ള അദ്ദേഹത്തിൻ്റെ മെമ്മറിയായിട്ട് നമ്മൾ ഒരു അവാർഡ് വ്യത്യസ്ത മേഖലകളിൽ ഈ വർഷം നമ്മൾ അവാർഡിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സാഹിത്യ മേഖലയിൽ ഡോക്ടർ അനിൽകുമാർ. അദ്ദേഹം ഓർത്തോ സർജനാണ്, ഓർത്തോ ഡോക്ടറാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാഹിത്യ മേഖലയിലെ വ്യത്യസ്ത മേഖലയിലുള്ള സംഭാവനകൾ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനെയാണ് നമ്മൾ ഈ വർഷം ഈ പ്രോഗ്രാം നമ്മൾ ആദരിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമാണ് കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുക എന്നത്. ഈ സെഷൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ, വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച അനവധി കലാകാരന്മാരും കലാകാരികളും നമ്മുടെ കുടുംബത്തിലുണ്ട്. അതിൽ സെലക്ട് ചെയ്യപ്പെട്ട ഏകദേശം 10-15 ടൈം ലിമിറ്റ് നോക്കിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വൈകിട്ട് ഒരു 5 മണിക്ക് മുമ്പായിട്ട് തന്നെ, രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ഈ മഹാസമ്മേളനം, ഈ ഒത്തുചേരൽ ഒരു 5 മണിയോടുകൂടി സ്റ്റോപ്പ് ചെയ്ത് ഈ സംഗമം വളരെയധികം വിജയമാക്കണമെന്നാണ് ഞങ്ങൾ ടീം ആഗ്രഹിക്കുന്നത്. ഈ പരിപാടിയുടെ എല്ലാ നന്മയ്ക്കും മുഴുവൻ കുടുംബാംഗങ്ങളുടെയും സ്വദേശത്തും വിദേശത്തും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഈ പരിപാടി വീക്ഷിക്കുന്ന, നേരിട്ടെത്താൻ പോലും പറ്റാത്ത എല്ലാവർക്കും, പത്തനാപുരം ടീമിൻ്റെ ലൈവ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ ലൈവിൻ്റെ ലിങ്ക് നമ്മൾ അയച്ചു തരും. നിങ്ങളെല്ലാവരും കണ്ട് ഈ പരിപാടിയുടെ ഭാഗമാകണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.